ഹലോ ഗൈസ്, അപ്പം ഇത് നമ്മുടെ പഴയ എഫ് സി കേട്ടോ. നമ്മൾ ഒരു ഒരു 7 മാസമായിട്ട് ഇത് ഇവിടെ വെറുതെ ഇരിക്കും. അപ്പം ഇത് ജസ്റ്റ് ബാറ്ററി പോയിട്ട് മാറ്റി വെച്ചാൽ പിന്നെ ഇത് എടുക്കത്തില്ല. ഇതിപ്പോൾ ഇരുന്നിരുന്നിരുന്ന് സ്റ്റാർട്ടാവുമെന്ന് അറിയത്തില്ല. നമുക്ക് ജസ്റ്റ് ഇത് വേണമെങ്കിൽ സ്റ്റാർട്ടാക്കാം. ഗൈസ്, ഇതാണ് വണ്ടി. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിന് കിക്കറില്ലാത്ത മോഡലാണ്. ആദ്യത്തെ മോഡൽ എഫ് സിയാണ്. ഇത് നമ്മൾ എന്തായാലും സ്റ്റാർട്ടാക്കണമെങ്കിൽ നമ്മൾ എന്തായാലും ഉന്തി സ്റ്റാർട്ടാക്കേണ്ടി വരും. കണ്ടോ, പഴയ മോഡലാണ്. അപ്പം നമ്മൾ എന്തായാലും ഉന്തി സ്റ്റാർട്ടാക്കേണ്ടി വരും. നമുക്കിത് ജസ്റ്റ് ഫ്രണ്ടിൽ കൊണ്ടുപോയി ഉന്തി സ്റ്റാർട്ടാക്കി നോക്കാം. ഗൈസ്, ഞാനത് വണ്ടി ഉന്തിയത് ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ സ്റ്റാർട്ടാക്കി നോക്കണം. ഉന്തി സ്റ്റാർട്ടാക്കണം, അല്ലാണ്ട് കിക്കറോ സാധനങ്ങളൊന്നുമില്ല. ബാറ്ററി എന്തായാലും എടുക്കത്തില്ല. അപ്പം താക്കോൽ നമ്മുടെ ഉണ്ട്. അപ്പോൾ ഇതിട്ട് നമുക്കിനി ഉന്തി സ്റ്റാർട്ടാക്കണം. ഉന്തി സ്റ്റാർട്ടാക്കി നോക്കാം. ആദ്യത്തെ ഉന്തിലൊന്നും എന്തായാലും സ്റ്റാർട്ടാവില്ല. നമ്മൾ കുറച്ച് നേരം ഉന്തേണ്ടി വരും. അപ്പോൾ നമുക്ക് ഉന്തി നോക്കാം. ഗൈസ്, ഇതിൻ്റെ ക്ലച്ചൊക്കെ തീർന്നിരിക്കുക കേട്ടോ. ആക്സിലേറ്ററൊന്നും കുഴപ്പമില്ല. കണ്ട, ആക്സിലേറ്ററൊന്നും കുഴപ്പമില്ല, പക്ഷേ ക്ലച്ചൊക്കെ സീനായിട്ടിരിക്കുക. പിന്നെ ഫുള്ള് പൊടിയാണ്. കണ്ട, സീറ്റൊക്കെ കയറിയിരിക്കുക. ഇത് ഞാൻ 150യുടെ കാർബറേറ്റർ വെച്ചേക്കണം. ഈ എഫ് സിയുടെ ഭയങ്കര മിസ്സിങ് ആയതുകൊണ്ട് 150യുടെ വെച്ചതാണ്. അപ്പം കുഴപ്പമൊന്നുമില്ല. എല്ലാവരും പറയും പുള്ളിങ് കുറവൊക്കെ വരുമെന്ന്, പക്ഷേ എനിക്കൊന്നും അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇച്ചിരി കൂടി മൈലേജ് കിട്ടും, അത്രേ ഉള്ളൂ. ഗൈസ്, അങ്ങനെ വണ്ടി അധികം തള്ളാണ്ട് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അധികം തള്ളേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അധികം തള്ളേണ്ടി വന്നില്ല ഗൈസ്. ആദ്യം ഞാൻ അങ്ങോട്ടൊരു റൗണ്ട് ഉന്തി, ഇങ്ങോട്ടൊരു റൗണ്ട് ഉന്താൻ നേരത്ത് തന്നെ സാധാരണ ഇരുന്നതേ ഉള്ളൂ. ഞാൻ അപ്പം നിന്ന് തള്ളിയിട്ട് പെട്ടെന്ന് ചാടിക്കയറി. അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടായി. രണ്ടാമത്തെ തള്ളി തന്നെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. കണ്ട, യമഹയുടെ എഞ്ചിൻ പഴയ മോഡലല്ലേ, സെറ്റപ്പാണ്.
വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി എന്നാലും സ്റ്റാർട്ടായി. ഞാൻ സ്റ്റാർട്ടാവില്ലെന്നാണ് ഓർത്തത്, പക്ഷേ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. എന്തോ ഒരു വിഷയങ്ങളുണ്ട്. ഫുള്ള് മര്യാദ ഓടുന്നൊന്നുമില്ല. കൈ ആക്സിലേറ്ററൊന്നും കൊടുത്തിട്ട് വണ്ടി ഇങ്ങനെ ഒരുമാതിരി പെട്ടിയോട്ടോ പോകണ പോലെ ഇങ്ങനെ ചാടി നിൽക്കുക. എന്തായാലും ഇനി ഇത് പണിയാൻ കൊടുക്കണം. അപ്പം ഇനി ഇതിൻ്റെ റീസ്റ്റോറേഷനായിട്ട് ഓരോ പാർട്സായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഇത് കാണാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ കേട്ടോ. അപ്പം ഇതിൻ്റെ ഓരോ പാർട്ടായിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.